ഹായ് ഫ്രണ്ട്സ്, പപ്പയാണ്. അപ്പം ഞാനും ശങ്കർ ബ്രോയേ ഉള്ളൂ കേട്ടോ ഇന്ന്. അപ്പോൾ ഇന്ന് നമ്മൾ ചുങ്കം തോട്ടിലേക്കാണ് പോകണം. അപ്പോൾ അകത്ത് ഞങ്ങൾ കയറുക. അപ്പോൾ ഈ തോടിൻ്റെ അങ്ങേ അറ്റം നിന്നായിരുന്നു നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം സിലോപ്പി കിട്ടിയത് കേട്ടോ. അപ്പോൾ നമ്മൾ ആ റൂട്ടിൽ തന്നെ പോവുക. ആലപ്പുഴ ടൗണിലാണ് കേട്ടോ. ആലപ്പുഴ ടൗണാണ് ഇത്. മറ്റേ പകോട നേരെ കാണുന്ന കല്ലുപാലമാണ്. കല്ലുപാലം നമ്മളെ കഴിഞ്ഞ ദിവസം വെച്ച ഇവിടെയാണ് വെച്ച കേട്ടോ. ഈ സ്പോട്ടിലാണ് നമ്മൾ കഴിഞ്ഞ ദിവസം വെച്ചത്. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് മുന്നോട്ട് തന്നെ കയറുക. സിലോപ്പിക്കിളികളത് ഈ ചവറിൻ്റെ പച്ചക്കട പോകണം. ഇഷ്ടം പോലെ കിണ്ടിലുകൾ. നമ്മളെ ഈ ചവറിനാണ് വെക്കാൻ പോകണം കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞത് അപ്പുറത്തെ ചവറിന് വെക്കാൻ പോകാമെന്നാണ് പറഞ്ഞത്. പക്ഷെ അതല്ല, ഇന്നിപ്പോൾ ഇതാണ് നോക്കാൻ പോകുന്നത്. ഇത് നമ്മുടെ ഇരുമ്പ് കാലത്തിൻ്റെ തൊട്ട് കിഴക്കപ്പുറത്തെ ചവറ് തന്നെ കേട്ടോ. ഇവിടെയാണ് നമ്മൾ ഉള്ളംപല കൊടുക്കാൻ പോണേ. ശങ്കരേ, ഒരു ഇച്ചിരി ചരടെടുത്തോ. ചരട് നമ്മൾ ഉള്ളംപല ഇവിടെ നിന്ന് ഇറക്കുക കേട്ടോ. ശങ്കർ പോയില്ല, അവിടെ സൈഡ് കുത്തുന്നുണ്ട്. അപ്പോൾ അപ്പാപ്പ ഇനിയിപ്പം വല ഇറക്കി അങ്ങോട്ട് പോകണം. നമ്മൾ വലയെല്ലാം കുത്തി കേട്ടോ. വലയെല്ലാം കുത്തി ഈ ചവറിന് നമ്മൾ കറക്കി അടിച്ചിട്ടുണ്ട്. ഇപ്പം അവിടുന്ന് ചെറിയ ഒഴുക്കുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചിലപ്പോൾ നമ്മൾ ഈ പോള തള്ളാൻ തുടങ്ങാൻ നേരത്ത് ചിലപ്പോൾ കാറ്റിന് നമുക്ക് തന്നെ പണി വരും. തിരിച്ച് ചിലപ്പോൾ അങ്ങോട്ട് ചിലപ്പോൾ ഒഴുകാൻ സാധ്യതയുണ്ട് ഈ പോള. അപ്പോൾ നമ്മൾ നല്ല നീളമുണ്ട് കേട്ടോ. ഇല്ല, അവിടെ ഇരിക്കുന്ന ആ രണ്ടാമത്തെ പോസ്റ്റ് ഉണ്ട്. ആ രണ്ടാമത്തെ പോസ്റ്റിൻ്റെ അപ്പുറം വേറുണ്ട് ഈ ചവറ്. നമ്മൾ ഇനിയിപ്പോൾ ഇറങ്ങുക കേട്ടോ. നമ്മളെ ഒരു ഒതുക്ക് കഴിയുമ്പോൾ നമുക്കിത് കാണാം. പോള ഇങ്ങോട്ട് തള്ളി മാറ്റിയില്ലെന്ന് പ്രശ്നം. നമുക്കൊരു കഴുക്കോലേ അവിടെ അടിച്ചിട്ട് മറ്റേ നീ എടുത്ത റോപ്പ് മിച്ചമുണ്ടോ? ഇല്ല, അങ്ങോട്ടെങ്ങാനോ ഒന്ന് ഇല്ല, നമ്മൾ അരുവിയിരിക്കുന്ന അങ്ങോട്ട്. നമ്മളെ ഒരു പോർഷൻ പണി കഴിഞ്ഞു കേട്ടോ. ഒരു പോർഷൻ പണി കഴിഞ്ഞ് ഞങ്ങൾ ഈ പോള കെട്ടിയിട്ടിരിക്കുക. ഇത് നമുക്ക് എതിരെ വരുക കേട്ടോ. നമ്മുടെ പാലയിലേക്ക് തന്നെ വരുന്നത്. ഞങ്ങളെല്ലാം അങ്ങോട്ടും 2 പീസ് കളിച്ചു നമ്മുടെ പാലയുടെ പുറകിൽ. ഇനിയിപ്പോൾ ഇത് ചെറുതായിട്ട് ഇത് ശകലിച്ച കളഞ്ഞേച്ച് നമ്മുടെ വലയൊന്ന് ഒതുക്കണം. അപ്പോൾ ഇത്ര നേരമായിട്ട് മീനൊന്നും നമ്മളെ കണ്ടില്ല. ഇനിയിപ്പോൾ ഈ വെട്ടിനായിരിക്കും കേട്ടോ. സിലോപ്പി എന്തെങ്കിലുമൊക്കെ ഉള്ളെങ്കിൽ ഈ വെട്ടിനായിരിക്കും മുട്ട. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വെക്കുമ്പോൾ 3-4-5-6 മരവും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഇനിയിപ്പം മരവും ഇതൊന്നും ഇല്ല, പോള മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റേതായ കൊണ്ടായിരിക്കും ചിലപ്പോൾ മീൻ മുട്ടാത്തത് കേട്ടോ. നമുക്ക് നോക്കാം. അതൊക്കെയാലും വെള്ളം കൂടി കഴിഞ്ഞ് ഇനി അങ്ങോട്ട് ഇറങ്ങിയേക്ക്. നമ്മുടെ വീഡിയോ കാണുന്ന ജോസ് നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാ വീഡിയോ കാണുന്നത്. ഒഴുക്കാറിന് ഇങ്ങോട്ട് വരും.
വാളയല്ലേ അല്ലേ? വാള ഉണ്ടെങ്കിൽ മുറിക്കുമ്പോഴെങ്കിലും ചാടുന്നു. വാള ഉണ്ടെങ്കിൽ നമ്മുടെ കരയിലെ കയ്യിലെ മുട്ടി. നമ്മളെ വലയെല്ലാം പൊങ്ങി കേട്ടാ. നമ്മളെ സഹോദരൻ കരയ്ക്ക് ഇപ്പോണ്ട്. ഇന്നിപ്പം വലിയ റിസ്ക് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവന് ഇറങ്ങിയൊന്നുമില്ല. അവൻ കരയ്ക്ക് നിരീക്ഷിക്കുന്നു. ഞങ്ങളിത് വലയ്ക്കകത്ത് പോകണ മാത്രമേ ഉള്ളൂ കേട്ടോ. ഒരു മീൻ പോലും മറിഞ്ഞ് കണ്ടു അല്ലേ ശങ്കർ ബോ? ശങ്കർ ബോ മുറിയിട്ട് കേട്ടാ. മുറിയിട്ട് വെച്ചിരിക്കുക. എന്നാ നല്ല വലിപ്പത്തിൽ ചവറുണ്ടായിരുന്നു അല്ലേ ശങ്കര? വലിപ്പത്തിൽ ചവറും എന്തെങ്കിലുമൊക്കെ ഒരു മുറി ശങ്കര എന്തൊക്കെ നോക്കി ഒന്ന് ചിരിച്ചത്. ചെറുത് പിടിച്ച് വലിച്ച് ശങ്കർ പോ കലം കലം. അടിപൊളി സാധനം. അത് 2 കിലോ ഉണ്ടെന്ന് തോന്നുന്നല്ലേ? 2 കിലോ ആണ്. അവിടെ തന്നെ പഠിക്കുന്ന കെട്ടിയിട്ടുണ്ട്. ഇവിടെ ഓളം ഇഞ്ചന്റെ കൈ അവിടെ. ഇഞ്ചൻ നീ അകത്തണമെന്ന് തോന്നുന്നു. അതകത്ത വെള്ളം അവിടെ. നാളം വരെ വരച്ച് ഈ വരാനും നമ്മൾ ഇപ്പം ചാടി വീണേട്ടെ. അപ്പുറം ഒരു കണ്ണനാ. ഒരു രക്ഷയില്ല. അതിങ്ങനെ വലിച്ചു മറിച്ചിട്ടേക്കാവേ കേട്ടാ. ഇല്ല, മീൻ മുട്ടിയില്ല. മീൻ മുട്ടിയില്ല. അപ്പം നമുക്കറിയാം. പിന്നെ സിലോപ്പി പോലും മുട്ടുന്നില്ലായിരുന്നല്ലോ. കണ്ടാ, സിലോപ്പി പോലും മുട്ടിയില്ലെന്നില്ല. 2-3 സിലോപ്പി ഉള്ളു. നമ്മൾ പണിതുകൊണ്ടിരുന്നപ്പോഴും നമുക്ക് മനസ്സിലായിരുന്നു കേട്ടോ, മീൻ വളരെ കുറവാണെന്ന് മനസ്സിലായിരുന്നു. ആ ഒരു ചേറുമീനും 2 വരാനും. വരാൻ ആ കരത്തി ഇട്ടേക്ക് ശങ്കർ ബോ. അവസാനം ചാട്ടക്കാരനാണ്. അവൻ്റെ കളർ കാണുമ്പോഴേ 2 വരാനും 3 സിലോപ്പി. അത്രയും വലിയ ചവറ് നമ്മൾ അടിച്ച് പൊട്ടിച്ചിട്ടുള്ളതാണ്. 3 സിലോപ്പി ചെമ്പല്ലിയുടെ കണ്ടാണ്. ഈ ചെമ്പല്ലി ഇതാണ് നമുക്ക് ഇന്ന് മൊത്തം കിട്ടിയ മീനായി കേട്ടാ. ഒരു ചേർമീനുണ്ട്.
ഈ കിടക്കുന്നത് ചേർന്ന് വലുപ്പമൊന്നുമില്ല, ഒരു 5 കിലോ ആണ്, 2 കിലോ വലുപ്പമുണ്ട് ചേർന്ന്. എന്നാൽ നമ്മൾ വലിച്ച് പൊട്ടിച്ചടിച്ച് പൊല്ലിയോ പടമണ്ടാലും ചവറാകും അല്ലേ. പിന്നെ നമ്മളൊരു തടവലയും തീർത്തൊരു തടവലയും നമ്മൾ വെച്ച് നമ്മളെ ഉള്ളും വലയും തീർത്ത് വെച്ചാൽ രക്ഷയില്ല. നമ്മുടെ സഹോദരങ്ങളുടെ നെഞ്ചുപാലി ഇരിക്കുക. സഹോദരൻ കണ്ട ഒന്നും മിണ്ടാതെ സഹോദരൻ ഒരു വളിപ്പ് ചിരിയും ചിരിച്ചിരിക്കുന്നുണ്ട്. നമ്മളിന്ന് കാണികളെയൊക്കെ നിരാശപ്പെടുത്തി കേട്ടോ. എന്തോ ആ ചേർമീൻ വേണേ കൊടുത്തേക്കാം. വേണം അല്ല ഇവിടെ വേണമെന്ന് ചോദിച്ചു. വേണോ? അണ്ണാ $500 കിട്ടാ കേട്ടോ. താഴ്ത്തുണ്ടോ? ആ പോയിച്ചോ. നമ്മളെ സഹോദരന് ഇത് $500 നമ്മൾ കൊടുത്തിരിക്കുക കേട്ടെ. ജീമി ഓടിക്കട്ടെ, ജീവനോട് തന്നെ വേണം. എടുത്തോണ്ട് വാ. ചെറിയ വരാലിന വില കൂടുതൽ, ഇതിൽ വില കൂടുതൽ ചെറിയ വരാലിന. വരാനുണ്ട് വേണ, 1 കിലോ വരാനുണ്ട് വേണ, 1 കിലോ വരാനുണ്ട് വേണ, 400 രൂപ എത്തും. ആ വരാലാ ഇത്, നാടൻ വരാലാ ഈ കിടക്കുന്നത്. ഇതിൻ്റെ അകത്ത് കിടക്കുന്നത് 2 എണ്ണം 1 കിലോ. അപ്പം നമുക്ക് കൂടുതലും മീനൊന്നുമില്ല. അപ്പം നമ്മളില്ല ആ അളിയൻ നമ്മൾക്ക് ഇപ്പം ചോദിച്ചു. അപ്പം നമ്മൾ വലിയ ഇതൊന്നും നോക്കിയൊന്നുമില്ല. നമ്മൾ 500 രൂപയ്ക്ക് ചെറിയ അളയ നാടൻ പറയാൻ വേണ, നാടൻ പറയാൻ വേണം. നാടൻ ഒരു കിറ്റ് എടുത്തോണ്ടോ, 1 കിലോ ഉണ്ട് കേട്ടാ. 400 രൂപ, 400 രൂപ. സഹോദര 2 വരാല് 1 കിലോ നാടൻ വരാല് 2 എണ്ണം. അങ്ങനല്ലേ ഈ നാടൻ വരാല് ഈ തിലോപ്പിയാണ് അങ്ങോട്ട് തന്നേക്ക് 500 രൂപയ്ക്ക് തന്നേക്ക്. എന്താ ശങ്കര ചേട്ടായിക്ക് നാടൻ വരാല്. തിലോപ്പി നാടൻ വരാലും ചെമ്പല്ലിയും കൂടെ ആണ്. പിന്നെ വേറൊരു ചിറ്റിലേക്ക് ഇത് ഇട്ടോണം കേട്ടോ. ആ ഇട്ടോണം, ഇത് വരാലേ അടിച്ച് ചിലപ്പം. ആ ഇങ്ങനെ തന്നെ വരുവാ. ചേട്ടാ പേരെങ്ങനെ ചേട്ടാ? ബിജു. എവിടെ വീടെവിടെ? വീടെവിടെ? വീട് തലവടി. ആ ഹാ ഹാ. ജ്വല്ലറിയുടെ പേരെന്തോ? മുകൾ. ആ എന്നാ കുഴപ്പമില്ല, ഒരു കിറ്റും കൂടെ ഇടുന്നത് നല്ലതായിരുന്നു. ആ അപ്പുറത്ത് കുഴപ്പമില്ലായിരുന്നു. നമ്മളെ മേത്ത് മീനൊന്നും മുട്ടിയില്ല, നമുക്കറിയാം. മേത്തൊന്നും മീനൊന്നും മുട്ടായിരുന്നപ്പോഴേ നമ്മുടെ പണി പൊളിയെന്ന് നമ്മൾ സ്ഥിരീകരിച്ച് ഇനി അടുത്ത വലയം കഴുകി ഞങ്ങളുടെ പാട്ടിന് പോകുന്നു. പക്ഷെ എണ്ണം വരാൻ താമസം ഉണ്ടെന്ന് തോന്നുന്നല്ലേ.
കണ്ടോട്ടെ ഈ മീനല്ലേ കളിക്കാളേ ഇത് ഈ അളിയന് കൊടുക്കുക കേട്ടാ. അളിയന് എവിടെ വീട് എവിടെ? ഇവിടെ തന്നെ അപ്പുറത്ത്. ഓക്കെ. നിങ്ങളെ യൂട്യൂബ് ചാനൽ തുടക്കം തൊട്ട് നമ്മുടെ സബ്സ്ക്രൈബറാ കേട്ടാ. നമ്മളെ തുടക്കം തൊട്ടൊക്കെ ഇന്ന് പണി പൊട്ടിപ്പോയാണോ? ഇവിടെ വെച്ചിരിക്കുന്നപ്പോൾ ഞാൻ ഒരുപാട് കാണുമെന്ന് വിചാരിച്ചു. ഞങ്ങളുടെ മേത്ത് മുട്ടിയില്ലെന്നേ, പണിതപ്പോഴും നമ്മുടെ മേത്ത് മുട്ടിയില്ല. ഒരെണ്ണം പോലും മുട്ടിയില്ല, അല്ലെങ്കിൽ വന്ന് മുട്ടുന്നേ. നമുക്ക് ഒരു പോഷം പണി കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും മീനുണ്ടെങ്കിൽ. നമുക്കറിയാം ഇന്ന് മീൻ കാണും എന്ന് നമുക്കറിയാൻ പറ്റും. പക്ഷെ നമ്മളെ സന്തോഷപൂർവ്വം നമ്മൾ കേട്ടോ കൈമാറും നമ്മളെ മീനെ. സന്തോഷം. നമ്മളെ മീൻ കച്ചവടം അതിഗംഭീരമായിട്ട് കഴിഞ്ഞിരിക്കുക. നമ്മളെ മീൻ കച്ചവടം നമ്മളെ കലങ്ങളൊന്ന് കാണിച്ചത്. നമ്മളെ മീൻ കച്ചവടം കഴിഞ്ഞിരിക്കുക കേട്ടോ.